എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നോട് സംസാരിക്കാൻ പോകുന്നത് യുവതയും ജനാധിപത്യവും എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും അധികം ജനാധിപത്യ രാജ്യമാണ്. ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 24.7 കോടി യുവജനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. എന്നാൽ ജനസംഖ്യയുടെ കാര്യങ്ങൾ കൊണ്ട് മാത്രം നമ്മുടെ ഭാരതത്തിന് വികസനം ഉണ്ടാകുന്നു ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം നമുക്കറിയാം, മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമായിട്ടും നമുക്ക് ഇന്ത്യക്ക് പല കാര്യങ്ങൾക്കും മികവ് തെളിയിക്കാനായിട്ടില്ല. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും വികസനം കൊണ്ടുവരാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ആൾക്കാരുടെ എണ്ണമല്ല പ്രാധാന്യം എന്നത്, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതും, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ എങ്ങനെ ചോദ്യം ചോദിക്കുന്നു എന്നതിലും, എങ്ങനെ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നു എന്നതിലും, പുതിയ പുതിയ സാങ്കേതിക വിദ്യ എങ്ങനെ പഠിക്കുന്നു എന്നതിലുമൊക്കെയാണ് ഇതിൻ്റെ പ്രസക്തി ഇരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് വികസനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ജനസംഖ്യയുടെ വളർച്ചയിൽ നമുക്ക് വികസനം വളരെയധികം കുറവ് തന്നെയായിരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പിടിച്ചു കൊടുക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഫേക്ക് ന്യൂസ് തന്നെയാണ്. പണ്ടത്തെ കാലത്തായിരുന്നുവെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തെ നശിപ്പിക്കാൻ വേണ്ടി തോക്കുകളും ഇടപാടുകളും മതിയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കാലത്തായിരുന്നെങ്കിലോ നമ്മുടെ ജനാധിപത്യത്തെ നശിപ്പിക്കാൻ ഒരു ഒറ്റ ഫേക്ക് ന്യൂസോ, അതുപോലെ തന്നെ ഫേക്ക് വീഡിയോയോ, ഫേക്ക് ക്വസ്റ്റ്യനുകളോ ഒക്കെ മതിയാകും. അങ്ങനെയുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചില്ല എങ്കിൽ നമ്മളും അതിൻ്റെ കെണിയിലകപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഡിജിറ്റൽ പരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുക. ഇപ്പോൾ നമുക്കറിയാം, ഒരു വാർത്ത പത്രത്തിൽ വരുന്നതിന് മുമ്പേ നമ്മുടെ മൊബൈൽ ഫോണിൽ അറിയുന്നു. വാട്സപ്പിലായാലും, ഇൻസ്റ്റഗ്രാമിൽ റീലായാലും, ഫേസ്ബുക്കിലെ പോസ്റ്റ് ആയാലും, യൂട്യൂബിലായാലും ഇത് നമ്മൾ അറിയുന്നു. എന്നാൽ നമ്മൾ എത്ര പേര് ചിന്തിക്കുന്നുണ്ട് ഇത് ഫേക്കാണോ അല്ലയോ എന്ന്? നമ്മൾ അതറിഞ്ഞ പാടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശാസ്ത്രീയ മനോഭാവം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക എന്നതാണ്. നമ്മൾ ആ ഒരു ന്യൂസ് കാണുകയാണെങ്കിൽ അത് നമ്മൾ എവിടുന്ന് വന്നതാണെന്നും, അതുപോലെ തന്നെ അതിൻ്റെ ശരിയായ പേജിൽ നിന്നാണോ വന്നതെന്നും അത് ഉറപ്പുവരുത്തണം. അല്ലാതെ ഒന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ എടുത്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണിത്. പിന്നെയുള്ള കാര്യമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് വോട്ടവകാശം ലഭിക്കുകയാണ്. അത് ഒരു ചെറിയൊരു കാര്യമല്ല, അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മളും ഒരു ജനാധിപത്യ രൂപീകരണത്തിൽ പങ്കാളിയാവുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പാർട്ടിയെ മാത്രം സ്വാധീനിച്ചുകൊണ്ട് വോട്ട് കൊടുക്കരുത്. നമുക്ക് അതിൽ പല കാര്യങ്ങളും നോക്കാനുണ്ട്. നല്ല വികസനങ്ങൾ കൊണ്ടുവരുന്നത് ആരാണോ, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ആരാണോ, അങ്ങനെ പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ആൾക്ക് മാത്രമേ നമ്മൾ വോട്ട് നൽകാവൂ. അല്ലാതെ ഒരാളുടെ സ്വാധീന ബലത്തിൽ നമ്മൾ ഒരിക്കലും ഒരു പാർട്ടിക്ക് വോട്ട് കൊടുക്കാൻ പാടുകയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറ നമ്മുടെ ജനാധിപത്യം വികസിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.